തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ 1.5 വയസ്സുകാരനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി. അനന്തരം 1.5 വയസ്സുകാരനെ കിണറ്റിലെറിഞ്ഞത് മാതാവിന്റെ സഹോദരിയാണ്. മാനസികാസ്വാസ്ഥ്യമുള്ള ബിന്ദുവിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഡാൻ, കഴിഞ്ഞ ദിവസം തന്നെയാണ്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് സ്വന്തം അമ്മ പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതിന്റെ വാർത്തകൾ പുറത്തു വന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ഒരമ്മയുടെ സഹോദരിയുടെ ക്രൂരതയ്ക്ക് ഇരയായതൊരു 1.5 വയസ്സുകാരൻ. ഈ മാനസിക പ്രശ്നമാണോ ഈ രീതിയിൽ ഒരു അരുംകൊലയ്ക്ക് കാരണമായത്? ടോം, ഇന്ന് ഉച്ചയോടെയാണ് 12 മണി കഴിയുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വിളപ്പിൽശാല സൈമൺ റോഡിലാണ് ഇത്തരത്തിൽ ഈ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ ഈ കിണറ്റിൽ എറിഞ്ഞ് കൊല്ലുന്ന തരത്തിലുള്ള ദാരുണമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 1.5 വയസ്സുകാരൻ്റെ അമ്മയുടെ മാതാവിൻ്റെ സഹോദരി ബിന്ദുവാണ് ഇപ്പോൾ വിളപ്പിൽശാല പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇവർക്ക് ഏറെ നാളായി മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. അത്തരത്തിൽ മാനസിക പ്രയാസങ്ങൾ നേരിടുന്നതിനിടയിലാണ് മറ്റ് പ്രകോപനങ്ങളൊന്നുമില്ലാതെ ഈ പിഞ്ചു കുഞ്ഞിനെ എടുത്ത് കിണറ്റിലേക്ക് എറിഞ്ഞത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ നിലത്ത് ഇരിക്കുന്ന ആളാണ് മാതാവിൻ്റെ സഹോദരി. അവർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ അവിടേക്ക് തടിച്ചു കൂടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു സംഭവം അറിഞ്ഞതിന് പിന്നാലെ. തുടർന്ന് ഉടൻ തന്നെ വിളപ്പിൽശാല പോലീസും സ്ഥലത്തെത്തുകയായിരുന്നു. എന്തായാലും ഈ കുഞ്ഞിനെ വൈകാതെ തന്നെ പുറത്തെടുത്തു. പക്ഷേ മരണപ്പെട്ട നിലയിലായിരുന്നു. കാരണം വലിയ ആഴത്തിലാണ് ഈ കുഞ്ഞ് വീണത്. ഉടൻ തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. എന്തായാലും ഇവരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ടോം, ഡാൻ, ഇതേ രീതിയിൽ ഈ മാനസിക പ്രയാസമുള്ളപ്പോൾ ആ ഒരു അക്രമവാസന കാണിക്കുന്ന സ്ത്രീയാണോ ഈ ബിന്ദു? ഇതിനു മുൻപ് ഈ കുട്ടിയെ മറ്റാരെങ്കിലൊക്കെ അപായപ്പെടുത്താൻ ഇവരുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളൊന്നും നമുക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമായിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ മാത്രം, അതായത് ഈ കുഞ്ഞിനെ എടുത്ത് എറിഞ്ഞതിന് പിന്നിൽ മറ്റ് പ്രകോപനമൊന്നുമില്ല. ഇവർക്ക് ഈ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരാൾ നടത്തുന്ന അക്രമ സ്വഭാവമുള്ള ഒരു നടപടി, അങ്ങനെ മാത്രമാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിനു മുൻപ് സമാനമായ രീതിയിൽ എപ്പോഴെങ്കിലും ഈ കുഞ്ഞിനെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഈ ബിന്ദു എന്ന കാര്യത്തിലടക്കം വ്യക്തമായ വിവരങ്ങളൊന്നും പോലീസ് നൽകിയിട്ടില്ല. എന്തായാലും അവർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. സ്വാഭാവികമായി ആ കുടുംബത്തിലുള്ള ഈ കുഞ്ഞിന്റെ മാതാവിൽ നിന്ന് അടക്കം വിശദമായി മൊഴിയെടുക്കും. പക്ഷേ ഇപ്പോൾ അത്തരമൊരു നടപടികളിലേക്ക് കടക്കുന്നതിന് പോലീസിന് പരിമിതിയുണ്ട്. കാരണം കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് കുടുംബാംഗങ്ങൾ. അതിനിടയിൽ വിശദമായി അവരെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുള്ള ഒരു പരിമിതി പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നേരത്തെ ഇത്തരം എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം വ്യക്തമായ വിവരങ്ങളൊന്നും പോലീസ് പങ്കുവെക്കുന്നില്ല. പക്ഷേ വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ വിളപ്പിൽശാലയ്ക്ക് സമീപം സൈമൺ റോഡിൽ നിന്ന് ഞെട്ടലോടെ കേൾക്കേണ്ടി വന്നിരിക്കുന്നത്. ടോം, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസമാണ്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് തന്നെ ഒരമ്മ സ്വന്തം കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് ക്രൂരമായി കൊലപ്പെടുത്തിയതെങ്കിൽ ഇപ്പോൾ അമ്മയുടെ സഹോദരിയാണ്, മാനസികാസ്വാസ്ഥ്യമുള്ള അമ്മയുടെ സഹോദരിയാണ് 1.5 വയസ്സുകാരനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന വാർത്ത പുറത്തു വരുന്നത്.